കേസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഏകദേശം 21,000 കിലോമീറ്ററിന് കൂടുതൽ ഓടിക്കഴിഞ്ഞു. അപ്പോൾ 21,000 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് എനിക്ക് വണ്ടീനെ പറ്റി പറയാനുള്ള നെഗറ്റീവ് കാര്യങ്ങളും പോസിറ്റീവ് കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ പറയുന്നത്. 21,334 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട് വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 8-9 മാസം ആവുന്നുണ്ട്. അപ്പം ഇത്രയും കാലഘട്ടത്തിൽ ഇത്രയും കിലോമീറ്റർ ഓട്ടിച്ചിട്ട് എനിക്ക് എന്താണ് വണ്ടീനെ പറ്റി പറയാനുള്ളത്, വണ്ടിക്ക് വന്ന പണികളും എന്താണ് വണ്ടി എടുക്കണോ വേണ്ടേന്നുള്ള എൻ്റെ ഒരു ലാസ്റ്റ് ആയിട്ടുള്ളൊരു ഡിസിഷനും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഒരുപാട് നാളായി വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3-4 മാസത്തോളമായി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ട്. കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതാണ് വീഡിയോ ചെയ്യാൻ താമസിച്ചത്. അപ്പോൾ ഒരുപാട് പേര് തിരക്കുകയും ഇൻസ്റ്റയിലൊക്കെ ഒന്ന് മെസ്സേജ് ഇടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എൻജിൻ സൈഡ് തുടങ്ങാം. അപ്പോൾ എൻജിൻ സൈഡ് പറയുകയാണെങ്കിൽ എനിക്ക് ഇതുവരെ വന്നിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 2 പ്രശ്നമാണ്. ഒന്ന് ഈ വാൾവിൻ്റെ ഒരു ടക്കുന്ന സൗണ്ടും പിന്നെ ഈ ക്ലച്ചിൻ്റെ അവിടെ നിന്നുള്ള സൗണ്ടും. ഈ ക്ലച്ചിൻ്റെ അവിടെ നിന്നുള്ള സൗണ്ടും ഇതെല്ലാം ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നത് ഷോറൂമിൽ കയറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കരമായിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ 3-4 തവണ ഞാൻ ഷോറൂമിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഈ വാൾവ് കിടന്ന് അടിക്കുന്ന സൗണ്ട് മാറ്റാനായിട്ട്. അപ്പോൾ അവർ പണിഞ്ഞു തരും. ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ പിന്നെ എനിക്ക് സൗണ്ട് വരുമായിരുന്നു. അപ്പോൾ അത് ദോഷമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ലാസ്റ്റ് ഞാൻ കൊണ്ടുകൊടുത്ത സമയത്ത് അവർ വരത്തില്ല, പ്രശ്നം സോൾവായി, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ ഇപ്പം ഷോറൂമിൽ ഒരു തവണ ഈ ലാസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ഇതുവരെ വേറെ പ്രശ്നമൊന്നും വന്നില്ല എൻജിൻ സൈഡ്. അപ്പോൾ എനിക്ക് 3-4 തവണ വന്നുകൊണ്ട് എനിക്ക് വരോ ഇല്ലെന്ന് തീർത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്ക് നോക്കട്ടെ, ഇനി ഒരു 3-4 മാസം കൂടെ നോക്കിയിട്ട് ആ പ്രശ്നം ഇല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ ക്ലച്ചിൻ്റെ അവിടെ എല്ലാം മിക്ക വണ്ടിക്ക് എൻ്റെ കൂടെ എടുത്ത എൻടോർക്കിന് എല്ലാത്തിനും ഈ ക്ലച്ചിൻ്റെ അവിടെ സൗണ്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ തന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ക്ലച്ചിൻ്റെ അവിടെ നോയ്സ് വരുന്നുണ്ട്, ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന്. പക്ഷേ അത് കറക്റ്റ് പക്ക സർവീസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാടായിട്ടൊന്നും നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല. കാര്യം ഒരു 2-3 മാസം ഈ സർവീസിൻ്റെ ഒക്കെ പീരീഡ് ആകുമ്പോഴത്തേക്കാണ് ക്ലച്ചിൻ്റെ അവിടെ നിന്ന് ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവർ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കാണ് അത് പോകുന്നതെന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് തവണ കൊടുത്തപ്പോഴും നമുക്ക് സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ക്ലീൻ ചെയ്തപ്പം അത് സൗണ്ടെല്ലാം പോയി, വേറെ സീനൊന്നുമില്ല. അതൊക്കെ നമുക്ക് സർവീസിൻ്റെ സമയത്ത് മാറുന്നതേ ഉള്ളൂ. ഇനി വാൾവിൻ്റെ അത് ഇത്തിരി സീരിയസ് ആയിട്ട് എടുക്കണം. അത് ഒരുപാടായിട്ട് മാറുന്നില്ലെങ്കിൽ അത് പറഞ്ഞ് എൻജിൻ വാറൻറ്റിയിലും എല്ലാം ചെയ്യാൻ നോക്കണം. അപ്പോൾ ആ വാറൻറ്റിയുടെ കാര്യം തിരക്കിയപ്പോഴും വണ്ടിയുടെ എൻജിൻ വാറൻറ്റീനെ പറ്റിയും വയറിംഗ് വാറൻറ്റീനെ പറ്റിയും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ. അപ്പം അത് ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ അതിനെപ്പറ്റി മാത്രം എൻജിൻ വാറൻറ്റിയും വയറിംഗ് വാറൻറ്റീനെ പറ്റി മാത്രം ഒരു വീഡിയോ അടുത്ത തവണ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാണ് എനിക്ക് ആകെ വന്നിട്ടുള്ള ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഈ ചെറിയ നോയ്സും കാര്യങ്ങളും. അത് പൂർണ്ണമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്, ഇനി വരുമെന്ന് അറിയത്തില്ല. ക്ലച്ചിൻ്റെ അവിടുത്തെ വലിയ സീനായിട്ടൊന്നും പറയാനില്ല. ഈ വാൾവിൻ്റെയാണ്, എല്ലാ വണ്ടിക്കും ഈ വാൾവിൻ്റെ ഇല്ല, പക്ഷേ ക്ലച്ചിൻ്റെ മിക്ക വണ്ടിക്കും വരുന്നുണ്ട്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 12,000 കിലോമീറ്ററിലാണ് ലാസ്റ്റ് എയർ ഫിൽറ്റർ മാറിയത്. അപ്പോൾ അടുത്ത തവണ മാറാറായി, 24,000 കിലോമീറ്റർ ആകുമ്പോൾ ഇനി മാറണം. ഓരോ 12,000 കിലോമീറ്ററിലാണ് എയർ ഫിൽറ്റർ മാറാറുള്ളത്. അപ്പം അതിൻ്റെ ടൈം ആയി വരുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ചിലവായിട്ട് തോന്നിയത് 3-4 സർവീസ് കഴിഞ്ഞു. പിന്നെ ബ്രേക്ക് പാഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ബാക്കിലൊരു 4ാമത്തെ പാഡാങ്ങാണ്ടാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിലത്തെ ബ്രേക്ക് ഷൂ 4ാമത്തെ അങ്ങാണ്ടാണ്. അപ്പം അതിൽ കാര്യമില്ല, അതിൽ കഥയില്ല. കാര്യം നമ്മൾ റോഡ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ വെച്ചാണ് ബ്രേക്ക് ഷൂ മാറുന്നത്. അപ്പം ഏകദേശം എൻ്റെ 3-4 ഫ്രണ്ട് ആണെങ്കിൽ നല്ല ലൈഫ് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ഞാൻ 2ാമത്തെ തവണ ഇട്ടേക്കുന്ന ബ്രേക്ക് പാഡാണ്. ഇപ്പോഴും അത്യാവശ്യം നല്ല പെർഫോമൻസ് കൊണ്ട് പാഡ് തീർന്നിട്ടുമില്ല. എൻജിൻ സൈഡായി, ബ്രേക്കിങ്ങിൻ്റെ ആയി, പിന്നെ ഉള്ള ടയറാണ്. ഇപ്പം എൻ്റെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ കാണിച്ചു തരാം. ഇത് നോക്കുകയാണെങ്കിൽ ഏകദേശം പകുതി ആയിട്ടുണ്ട്, പകുതി മുക്കാലോളം തീർന്നിട്ടുണ്ട് ഈ ടയറിൻ്റെ. ഇത് ഞാൻ 2ാമത്തെ ടയറാണ്, വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട് 2ാമത്തെ ടയറാണ് ഇത് ബാക്കിലെത്തത്. 21,000 കിലോമീറ്റർ ആവുന്നേ ഉള്ളൂ. അപ്പം എനിക്ക് ഫസ്റ്റ് ടയർ ഒരു 12,000 കിലോമീറ്ററൊക്കെയാണ് കിട്ടിയത്, ആദ്യത്തെ ടയർ. 2ാമത്തെ ടയർ ഇപ്പോൾ തന്നെ മുക്കാലായി. അപ്പോൾ ആവറേജ് ഒരു 12,000 കിലോമീറ്ററൊക്കെ ബാക്ക് ടയർ നമുക്ക് ലൈഫ് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ റഷായിട്ടൊന്നും ഓടിക്കുന്നില്ല, ബേണിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, നോർമൽ യൂസാണ്. എന്നിട്ടും 12,000 കിലോമീറ്ററൊക്കെ ബാക്ക് ടയർ കിട്ടത്തുള്ളൂ. ബൈക്കിനാണെങ്കിൽ ഒത്തിരി കൂടെ കിട്ടുമെന്നാണ് തോന്നുന്നത്. സ്കൂട്ടിക്ക് എൻടോർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് 12,000 കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാണിച്ചു തരാം. ഫ്രണ്ട് ടയർ അങ്ങേ അറ്റം മൊട്ടയായിട്ടിരിക്കുകയാണ്.
ഈ നൂല് പുറത്തു വന്നിട്ടുണ്ട് ചിലയിടത്ത്, അങ്ങറ്റമായി. അപ്പം ഇത് ഫസ്റ്റ് ടയറാണ്, കമ്പനി ഞാൻ ഷോറൂമിൽ നിന്ന് ഇറക്കിയപ്പോൾ ഉള്ള ടയറാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഇപ്പോൾ എത്ര 21,000 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ അത്രയും ലൈഫ് കിട്ടിയിട്ടുണ്ട്. ഇതങ്ങ് അറ്റമായി, നാളെ മറ്റന്നാളെ മാറ്റണം, അല്ലാതെ ഇത് ഒരുപാടൊന്നും പോകില്ല. അപ്പോൾ ഫ്രണ്ട് ടയർ എനിക്കൊരു 21,000 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. ബാക്ക് രണ്ടാമത്തെ ടയറായി, അത് അത്രയും നോക്കണ്ട, അതിൻ്റെ പകുതി നോക്കിയാൽ മതി. ഒരു 12,000 കിലോമീറ്ററൊക്കെ അതിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ടയറിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. പിന്നെ എനിക്ക് ബോഡി വൈബ്രേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഈ ഇടയ്ക്കൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി, വണ്ടി ജസ്റ്റ് ഒന്ന് മറിഞ്ഞ് ചെറുതായിട്ടൊന്ന് വീണു. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രണ്ട് ബോഡി ചെറിയൊരു അഴിച്ചിലുണ്ട്, പൊതുവെ ഒരു അഴിച്ചിലുണ്ട്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ വണ്ടി വീഴണതിന് മുമ്പ് വരെ വണ്ടിക്ക് വേറെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം പക്ക എന്താണ് ഫിറ്റായിട്ടാണ് ബോഡി ഫുൾ ഇരുന്നത്. പക്ഷെ വണ്ടി വീണതിന് ശേഷം നാണ്ട് ഇവിടെ തട്ടി നോക്കിയാൽ തന്നെ ചെറിയൊരു വൈബ്രേഷനും ആണ്ട് ഇവിടെ ഉണ്ട്. ഇങ്ങനെ തട്ടി നോക്കാൻ തന്നെ നമുക്ക് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. ഇപ്പം വണ്ടി ഓട്ടിക്കുന്ന സമയത്തായാലും ഹമ്പും കുഴിയൊക്കെ ഇറങ്ങുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. അത് ഈ വണ്ടി വീണേൻ്റെയാണ്. വീണ സമയത്ത് ചെറിയ ക്ലാമ്പും കാര്യങ്ങളും പൊട്ടിയിട്ടുണ്ട്. അപ്പം അത് വാറൻറ്റിക്ക് കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പം വാറൻറ്റിയെല്ലാം ക്ലെയിം ചെയ്യാൻ നിൽക്കുകയാണ്. ഇൻഷുറൻസ് വെച്ച് ക്ലെയിം ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം അങ്ങ് മാറും. അപ്പം അങ്ങനത്തെ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് ബോഡി വൈബ്രേഷൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഈ വണ്ടി വീണതിന് മുമ്പ് വരെ വേറെ സീനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ ഈ മീറ്റർ കൺസോളിൻ്റെ അവിടെ ഒരു വൈബ്രേഷൻ്റെ കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരു റബ്ബർ ബാൻഡോ കാര്യങ്ങളോ ഇടുമ്പോൾ റെഡിയാവും. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പം വണ്ടി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് സോൾവ് ആയിട്ടുണ്ട്, വേറെ വലിയ സീനുകളൊന്നുമില്ല. പിന്നെ മിക്ക വണ്ടിക്ക് അങ്ങനെ ഒരു സീൻ വരുന്നുണ്ട്. പിന്നെ ക്ലച്ചിൻ്റെ ആകുമ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യേ വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നുമില്ല. വലിയ സീരിയസ് ആയിട്ട് എടുക്കാവുന്ന പ്രശ്നങ്ങളൊന്നും ഇതുവരെ എൻജിൻ സൈഡ് വന്നില്ല. പിന്നെ വാൽവിൻ്റെ സീരിയസ് ആയിട്ട് എടുക്കണം. അത് ഇനി ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വാറൻറ്റിയുടെ പേരിൽ നമുക്കത് റീപ്ലേസ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കെന്തായാലും ഒരു വർഷമൊന്നും വാറൻറ്റി പീരീഡ് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതൊക്കെയാണ് വണ്ടിയുടെ പൊതുവേ പറയാനുള്ള കാര്യങ്ങൾ. അപ്പം വണ്ടി ഇപ്പോഴും പവറാണ്. പവറിനോ കാര്യങ്ങൾക്കോ ഒരു വ്യത്യാസവും ഇല്ല. പക്ക സർവീസ് ചെയ്ത് പക്കയായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് റിവ്യൂ ചെയ്യാൻ പറ്റിയൊരു കണ്ടീഷനാണ്. പിന്നെ ഈ ചെറിയൊരു വീഴ്ചയൊക്കെ വീണുകൊണ്ട് നമുക്ക് ബോഡിയിലെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം വേറെ സീനുകളൊന്നുമില്ല. വണ്ടി പക്ക കണ്ടീഷനാണ്. ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടും വേറെ സീനൊന്നുമില്ല. പിന്നെ ഓയിൽ മാറുന്ന കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഷോറൂമിൽ കൊടുത്ത് തന്നെ മാറുക, അതൊക്കെ ശ്രദ്ധിക്കുക. മിക്കതും വണ്ടിയുടെ വാറൻറ്റി കട്ടാവുന്ന ടൈം വരെ, അല്ലെങ്കിൽ വണ്ടി നമ്മളെ കയ്യിൽ എത്ര കാലം ഉണ്ടോ അപ്പോഴെല്ലാം നമ്മൾ ഷോറൂമിൽ കൊടുത്ത് തന്നെ മാക്സിമം സർവീസ് ചെയ്യാൻ നോക്കുക. അത് നമുക്ക് ഭാവി നല്ല ഉപയോഗം ചെയ്യും. അതുപോലെ തന്നെ വണ്ടി നല്ല കണ്ടീഷനായിട്ടിരിക്കും. കറക്റ്റ് പക്ക വണ്ടിക്കുള്ള ഓയിൽ തന്നെ, വണ്ടിക്ക് ഏത് ഓയിൽ വേണോ അതൊക്കെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടി കണ്ടീഷനായിട്ടിരിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ്. എനിക്ക് ഇത്ര നാൾ ഓട്ടിച്ചിട്ട് വേറെ ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ചെറിയൊരു ഇറിറ്റേഷനായിട്ട് എനിക്ക് ആ എഞ്ചിൻ സൈഡിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വേറെ സീനുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ബ്രേക്ക് ഷൂവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ല. വണ്ടി എടുത്ത് അന്ന് പോലും ഇന്ന് വരെ എനിക്ക് ബാക്ക് ബ്രേക്ക് ഇഷ്യൂ തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്കാണ്. ഒരു സഡൻ ബ്രേക്കോ എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ അത്ര സഡനായിട്ട് ബാക്ക് ബ്രേക്ക് നിൽക്കത്തില്ല. ഫ്രണ്ട് അന്ന് ഇന്നും പവറാണ്, ഒന്നും പറയാനില്ല. നമ്മൾ എവിടെ ചവിട്ടി അവിടെ നിൽക്കും വണ്ടി. പക്ഷെ ബാക്ക് ബ്രേക്ക് അന്ന് ഇന്നും ഒരു അഴിഞ്ഞ മട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ബോൾഡായിട്ടുള്ള ഒരു പെർഫോമൻസ് ബാക്ക് ബ്രേക്ക് നമ്മൾ പ്രതീക്ഷിക്കില്ല. നമ്മൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അടുത്ത പാഡൊക്കെ ആകുമ്പോഴത്തേക്ക് അത് മാറിക്കിട്ടുമെന്നൊക്കെ ഒരുപാട് ഡൗട്ട് ചോദിക്കുകയും ചെയ്തു. അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ബാക്കിലത്തെ ബ്രേക്കിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. എനിക്ക് ഇതുവരെ ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഐഡിയ കിട്ടുകയാണെങ്കിൽ, എവിടെന്നെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ വരും വീഡിയോകളിൽ അത് പറയാം. അപ്പം ഇതൊക്കെയാണ് വണ്ടീനെ പറ്റി പറയാനുള്ളത്. വേറെ സീനുകളൊന്നുമില്ല. കണ്ടീഷനാണ് വണ്ടി. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ വണ്ടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി എടുക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ. നല്ല വണ്ടിയാണ്. പവറിൻ്റെ കാര്യം വെച്ച് നോക്കിയാലും പിന്നെ അത്യാവശ്യം മൈലേജിൻ്റെ അത്യാവശ്യം നല്ല മൈലേജും അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട്, പവറും ഉണ്ട്. പിന്നെ അടിച്ചു പൊളിച്ച് ഓടിക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ്. പിന്നെ ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതാണ് എൻ്റെ വണ്ടി വീണതിൻ്റെ ചെറിയ അടയാളങ്ങളൊക്കെയാണ്. വണ്ടി പക്ക കണ്ടീഷനാണ്, സീനൊന്നുമില്ല. 21,000 കിലോമീറ്റർ വരെ എന്നെ കൂളായിട്ട് കൊണ്ടുനടക്കുകയും വേറെ സീനുകളൊന്നും ഇതുവരെ വരുത്തിയിട്ടില്ല. പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ നേരത്തെ പറയുന്നതാണ്. വണ്ടി എടുത്ത സമയത്തേ ഉള്ള പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നേ ഉള്ളൂ. വേറെ സീനുകളൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പം അടുത്ത വീഡിയോയിൽ എന്തായാലും ഈ എൻജിൻ വാറൻറ്റിയുടെയും വയറിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു സെറ്റായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്.
അപ്പം അത് ഒരുപാട് ചോദിച്ചിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ഒരുപാട് കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വരുന്നുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഡിലേ വന്നതിൻ്റെ കാര്യം കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ്. അപ്പം ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തവണ കാണുമ്പോഴേക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ അർണസ്.